ഹലോ, വെൽക്കം ടു വാമീസ് മം യൂട്യൂബ് ചാനൽ. ഇന്നലെ ബിഗ് ബോസിൽ ലാലേട്ടൻ വന്നപ്പോൾ കുറച്ചും കൂടെ ഞാൻ പ്രതീക്ഷിച്ചു അനുമോളിൽ. എന്നാലും അനുമോക്ക് വേണ്ടതുപോലെ കിട്ടിയിട്ടുണ്ട്. കാരണം അനുമോക്ക് കുറച്ചൊരു അഹങ്കാരം കൂടുതലല്ലേ. ബിഗ് ബോസ് പറയുന്നത് കേൾക്കൂല, ബാക്കിയുള്ള അവിടെ ക്യാപ്റ്റൻ പറയുന്നത് കേൾക്കൂല, എല്ലാം അവളാന്നുള്ളൊരു വിചാരം അവൾക്ക്. അതിന് കണക്കിന് ലാലേട്ടൻ്റെ അടുത്ത് കിട്ടീന്. അവൾ പ്രതീക്ഷിച്ചിട്ടില്ല ഒരിക്കലും എങ്ങനെ ലാലേട്ടൻ അവളെ ചീത്ത പറയുന്നു. ജിസേലിനും കിട്ടിയിട്ടുണ്ട്. കാരണം ജിസേലിന്റെ ഭാഗത്ത് തെറ്റുണ്ടല്ലോ. കാരണം അവള് പിടിച്ചുന്താൻ പാടില്ലല്ലോ ഒരിക്കലും. അങ്ങനെ അതുകൊണ്ടായിരിക്കും അവർക്ക് മറ്റേ ഈ റോബിന്റെ സമയത്തുള്ളത് പോലത്തെ ഒരു ഫിസിക്കൽ അസൾട്ടിന് അവർക്ക് ഒരു ഇതെടുക്കാൻ പറ്റുന്നത്. കാരണം രണ്ടാളെ ഭാഗത്തും തെറ്റില്ലേ. പക്ഷേ ലാലേട്ടൻ്റെ കയ്യിൽ നിന്ന് ചീത്ത കേട്ടിട്ടുണ്ട്. രണ്ടാളും അടുത്ത നോമിനേഷനിൽ രണ്ടാളും പോയിട്ടുണ്ടല്ലോ. പക്ഷെ ഇന്നലെ ആരും പോയിട്ടില്ല. പോയിട്ടുണ്ടെങ്കിൽ തന്നെ എല്ലാവർക്കും ഒരു സങ്കടമായിരിക്കും. കാരണം ലാലേട്ടനെ കാണാൻ പറ്റില്ലല്ലോ പോകുന്ന സമയത്ത്. അതുകൊണ്ടായിരിക്കും ഒന്നാമത് അവർ അത് വേണ്ടാന്ന് വെച്ചിട്ടുള്ളത്. പക്ഷെ അതെല്ലാം കഴിഞ്ഞ് ലാലേട്ടൻ പറയേണ്ടതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ഇന്നലെ ആ വീട്ടിൽ നടന്നത് ഒട്ടും ശരിയായിട്ടില്ല. കാരണം ഇതുവരെ ബിഗ് ബോസിൽ ഈ സീസണിൽ മുഴുവൻ ഉള്ളതിൽ വെച്ചിട്ട് ഒരു തീരെ ഒന്നും പറഞ്ഞാൽ അനുസരിക്കാത്തൊരു ടീമാണ് എന്തായാലും ഇപ്പോൾ വന്നിട്ടുള്ളത്. അതുറപ്പാണ്. കാരണം ലാലേട്ടൻ അങ്ങോട്ട് പറഞ്ഞ് പോയിട്ടേ ഉള്ളൂ. അപ്പോഴേക്ക് തന്നെ അവർ തുടങ്ങി. അനുമോളായിക്കോട്ടെ, അനുമോളും രണ്ടാൾക്കും സ്പേസ് വേണ്ടേ. ആര്യനും ചെരുപ്പ് വെച്ചോട്ടെ എന്ന് കരുതിയിട്ട് അവൾക്കൊരു സ്പേസ് കൊടുത്തൂടെ. അതവൾ കൊടുത്തിട്ടില്ല. പക്ഷെ ആര്യനും അനുമോളും തമ്മിലുള്ള ഒരു പ്രശ്നം പിന്നെ അത് ഷാനവാസ്കയും മറ്റേ അക്ബറും കൂടെയായി മാറി. അതിൻ്റെ അകത്ത് അപ്പാനി, പക്ഷെ അപ്പാനി എല്ലാവരുടെ അടുത്ത് ഒരു സോറി പറഞ്ഞിട്ടുണ്ട്. അവൻ എന്തായാലും ഒരു സേഫ് ആയിട്ട് നിൽക്കാൻ നോക്കുന്നുണ്ടല്ലോ. അവരെന്തായാലും അവരുടെ അടുത്തെല്ലാം സോറിയും പറഞ്ഞിട്ടുണ്ട്. ഒരു നല്ലൊരു ഗെയിമറാണ് അവരും. അക്ബർ ഷാനവാസ് ഖാൻ്റെ അടുത്തുനിന്നുള്ള ഇത്രയ്ക്കും ഒരു പ്രശ്നം ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. പക്ഷെ അനീഷ് വേണ്ട കാര്യങ്ങൾ മാത്രമേ സംസാരിക്കൂ. ഷാനവാസും അനീഷും തമ്മിലുള്ള കോമ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ അനീഷ് ഇന്നലെ ഈ ഒരു പ്രശ്നത്തിൽ വേണ്ടാണ്ടൊന്നും പോയിട്ട് ഇടപെട്ടിട്ടില്ല. അവനാണ് തുടങ്ങിയത്. എനിക്കിതിൻ്റെ കറക്റ്റ് അറിയണമെന്ന് പറഞ്ഞ് തുടങ്ങിയത് അവരാണെങ്കിലും. പക്ഷെ അനുമോൾ എറിഞ്ഞതാണോ അല്ലെങ്കിൽ ആര്യൻ എറിഞ്ഞതാണോ അക്ബറിൻ്റെ അടുത്ത് കൊണ്ടിട്ടുള്ളത് എന്നറിയില്ല. അതിന് വേണ്ടിയിട്ട് അക്ബർ പ്രതികരിച്ചത്. ഷാനവാസ്ക്ക് അതിൻ്റെ ഇടയിൽ വന്ന് അനുമോളെ സപ്പോർട്ട് ചെയ്ത്. പക്ഷേ എന്നാലും ഞാൻ വിചാരിക്കുന്ന ലാലേട്ടൻ്റെ കയ്യിൽ നിന്ന് ഇത്രയും കിട്ടിയിട്ട് അനുമോൾ എന്താ പഠിക്കാത്തത്? അനുമോൾക്ക് അങ്ങനത്തെ ഒരു മാറ്റമില്ല. പക്ഷെ അനുമോള് ഇവർ പ്രശ്നം ഉണ്ടാക്കുന്ന സമയത്ത് അനുമോള് അവളാണ് പ്രശ്നം ഉണ്ടാക്കിയത് എന്ന് പോലും അറിയാത്ത രീതിയിലാണ് അവൾ മാറിയിരിക്കുന്നത്. പക്ഷെ എന്ന് കഴിഞ്ഞാലും ബിഗ് ബോസ് പറഞ്ഞിട്ട് പോലും അനുസരിക്കാത്ത ടീമാണ് ഇപ്പോൾ ഉള്ളതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതുവരെയുള്ള ഒറ്റ സീസണിലും ഇങ്ങനെ ഒരു കണ്ടസ്റ്റൻസിനെ ഞാൻ കണ്ടിട്ടില്ല. കാരണം ബിഗ് ബോസ് സംസാരിക്കല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊന്നും സംസാരിക്കില്ല. കാരണം ഒരു പേടി ഉണ്ടായിരുന്നു ബിഗ് ബോസിനെ. ഇപ്പോൾ ഉള്ളവർക്കൊന്നും ആ പേടി എന്ന് പറഞ്ഞ സാധനമില്ല. നമുക്ക് നോക്കാം എത്ര എത്തും. എന്നാൽ ഇത്രയേ ഉള്ളൂ. ബൈ.